ചേമ്പ് വിത്ത് നടാൻ വേണ്ടി പോവാണ്. നമ്മൾ 2 ദിവസം മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വാമിൽ മുക്കിയിട്ട് ഒരു ദിവസം തണലത്ത് വെച്ചിരുന്നു. ആ ചേമ്പ് വിത്താണ് ഈ കാണുന്നത്. ഒരു വാമിൽ മുക്കിയതിനുള്ള ഒരു എടുപ്പ് കാണുന്നുണ്ട് കേട്ടോ. മുള വരാനുള്ള ആ ഒരു ശക്തി ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് കുഴിയിൽ കുറച്ച് വാമ് ഓരോ നുള്ളു വാമും കൂടെ ചേർക്കണം. ഇതാണ് നമ്മളെ വാമ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചേർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുഴിയിൽ ഇപ്പം ഇങ്ങനെ ഈ 1 കിലോ വാമ് എല്ലാ കുഴിയിലും വാരിയിടാൻ ഒരു പക്ഷേ തികഞ്ഞൊന്നും വരില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ച് ജൈവവളം എടുക്കാം. ജൈവവളം എന്ന് പറഞ്ഞാൽ അതിൽ ആടുവളം, ചാണകപ്പൊടി അതെല്ലാം മിക്സ് ചെയ്ത് ചെറിയൊരു ജൈവവളത്തിലേക്ക് നമ്മൾ ഒരു 1.5 കിലോ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ ഈ വാമ് മിക്സ് ചെയ്യാം. കേട്ടോ, വാമ് നല്ല ഗോൾഡൻ സ്വർണ്ണത്തരി പോലെ ഉണ്ട് കേട്ടോ. വാമ് മിക്സ് ചെയ്തിട്ട് ഇതിപ്പോൾ ഒരു 3/4 കിലോ ഉള്ളൂ, അത്രയും മതിയാവും. നമുക്കിപ്പോൾ ഇവിടെ ഒരു 100-110 ചേമ്പിൻ്റെ ഇതാണ് നടാനുള്ളത്. അപ്പോൾ ഇത്രയും മതിയാവും. ഒരു ചെറിയ ഓരോ പിടി ഇത്ര ഇട്ടാൽ മതിയാവും, ഇങ്ങനെ ഇട്ടാൽ മതിയാവും. അത് മിക്സ് ചെയ്ത് വെക്കുക ആദ്യം. ഇത് മിക്സ് ചെയ്യേണ്ട കാര്യമല്ല, പക്ഷേ ഈ ജൈവവളത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ എല്ലാ സ്ഥലത്തേക്കും എല്ലാ കുഴിയിലേക്കും എത്താൻ വേണ്ടിയാണ് ഒരു ജൈവവളത്തിൽ മിക്സ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ കുറച്ച് വാരിയിട്ടാൽ ആ ജൈവവളം ആ ചെടിക്ക് ആ ചേമ്പിന് കിട്ടുകയും ചെയ്യും. നമ്മൾ കുഴിയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ വാഴയൊക്കെ കുഴപ്പമില്ലാതെ വരുന്നുണ്ടോ, മഞ്ചേരിക്കുള്ളൻ. ഇപ്പോൾ ചേമ്പ് വെക്കാൻ കുറച്ച് വൈകിയിട്ടുണ്ട്. 1 മാസം മുന്നേ വെക്കണമായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഈ ഗ്യാപ്പിലൂടെ അങ്ങ് വെച്ചാൽ മതി. നമ്മളിപ്പോൾ ചെറിയ ഓരോ കുഴി എടുത്തിട്ടുണ്ട്. ആ കുഴിയിൽ ഇങ്ങനെ ഓരോ വിത്ത്, ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ചെറിയ വിത്ത് തിരഞ്ഞെടുത്തതാണ്. 58 രൂപയൊക്കെയാണ് 1 കിലോ വില. അപ്പോൾ ചെറിയ വിത്ത് തിരഞ്ഞെടുത്തിട്ട് നമുക്കിതിനൊരു 4.80 5 രൂപേൻ്റെ താഴെ ഒരു വിത്തിന് ചിലവ് വരുന്നുള്ളൂ. ഈ ചേമ്പിൻ്റെ തള്ള മേടിക്കുന്നതിലേറെ നല്ലത് ചെറിയ വിത്ത് തിരഞ്ഞെടുത്ത് മേടിക്കായിരിക്കും. ഇതിപ്പോൾ നമ്മൾ കുറച്ച് മണ്ണ് ചേർത്തു. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് വാമും കൂടെ നമ്മൾ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. പല ആളുകൾക്കും ഇത് പ്രാക്ടിക്കലായിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ